நமது ஜெபம் டிவியில் உயிருள்ள கிறிஸ்துவை வெளிப்படுத்துதல். ஜீவன் இருக்கிற ஒன்று என்ன ஆகும்? என்ன வளரும். ജീവൻ ഇருக்கு சொன்னா அதுக்கு ஒரு அறிகுறி தான் என்னது? വളർച്ച. ജീവൻ ഉണ്ടെങ്കിൽ അത് പ്രതികരിക്കും. ഹല്ലേലൂയ. അത് എന്നാകും? ചുമ്മാ അമേൻ തൂക്കമോടെ അമേൻ അമേൻ നിലമേൽ ഇരുപ്പതില്ല. ജീവൻ ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും? അത് റെസ്പോണ്ട് ചെയ്യും. Christ Generation Ministries presents Revealing the Living Christ every Saturday at 8 p.m. Don't miss it on Jebam TV. വീണ്ടും വരുന്നതിനായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അപ്പോസ്തല പ്രവർത്തികൾ 16 അധ്യായം 31 വാക്യം ഇങ്ങനെ പറയുന്നു: കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ആ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ വിടുതൽ പ്രാപിച്ച ഒരു അത്ഭുത സാക്ഷ്യമാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. നമ്മുടെ കൂടെ ഇന്ന് തോമസ് ബ്രദർ കണക്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ യേശു എന്താണ് അത്ഭുതം ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിക്കാം. എൻ്റെ പേര് തോമസ് എന്നാണ്. പക്ഷെ മാട്ടുപ്പെട്ടി എസ്റ്റേറ്റ് കുട്ടിയാർ ഡിവിഷനാണ്. അപ്പോൾ ഞാൻ എൻ്റെ തൊഴിലും എൻ്റെ കുടുംബവും നശിഞ്ഞു പോയി, ഏക നഷ്ടത്തിലായി. അപ്പോൾ അന്നേരം എനിക്ക് ഇടയിൽ ഒരു ബ്രദറിനെ പോയി കണ്ടായിരുന്നു. അപ്പോൾ അവൻ എനിക്ക് കൂട്ടുകാരനാണ്. ഞങ്ങൾ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ കുടുംബകാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ അവൻ പറഞ്ഞ് ഇതുപോലെ ഞാനും ഇന്ന സ്ഥലത്ത് പോയി ടോണി പാസ്റ്ററെ കണ്ടു. അപ്പോൾ അവരുടെ മീറ്റിങ്ങിലാണ് ഞങ്ങൾ കൂടുന്നത്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നിനക്ക് രക്ഷപ്പെടാനുള്ള വഴി കിട്ടുമെന്ന് പറഞ്ഞ് ഞാൻ അപ്പോൾ തന്നെ പറഞ്ഞ് നമ്പർ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ് നമ്പർ വേണ്ട, നിൻ്റെ ഫോണിൽ തന്നെ വിളിക്കുമെന്ന് പറഞ്ഞ് വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ വിളിച്ചപ്പോൾ പാസ്റ്ററിനെ കിട്ടി. പാസ്റ്ററുടെ അടുത്ത് എൻ്റെ കാര്യങ്ങളൊക്കെ പാസ്റ്റർ ചോദിച്ചപ്പോൾ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുടുംബ സിറ്റുവേഷനും കടനും തൊഴിലൊക്കെ ഇളന്നുപോയി. കയ്യിൽ ഉണ്ടായിരുന്ന പൈസ കംപ്ലീറ്റ് കാടി, ഒന്നുമില്ലാതെ ഇങ്ങനെ റോട്ടിൽ നിൽക്കുന്ന കണ്ടീഷനിൽ നിൽക്കുമ്പോഴാണ് പാസ്റ്ററെ കിട്ടിയത് എനിക്ക്. ഒത്തിരി തകർന്ന ഇവരെ നമ്മളെ വിളിക്കുന്നത്. ജോലി മുഴുവൻ ബിസിനസ് മുഴുവൻ തകർന്നു, കുടുംബത്തിൽ സ്വസ്ഥതയില്ലാത്ത അവസ്ഥയായി, കുടുംബജീവിതത്തിൽ വലിയ തകർച്ചയായി. ആ സമയം മരിക്കണമെന്ന് രാത്രി കിടക്കാൻ പറ്റൂല. രാത്രി 2 മണിക്ക് 1 മണിക്കൊക്കെ എഴുന്നേറ്റ് വല്ലാത്ത രീതിയിൽ എനിക്ക് ഒരു ഇത് വരും, ഫീലിംഗ് വരും. രാത്രി 2 മണിയൊക്കെ കഴിയാൻ പിന്നെ ഉറക്കം വരത്തില്ല. പിന്നെ ഭയങ്കര അസ്വസ്ഥതയും പ്രശ്നമായിരിക്കും, കുടുംബ പ്രശ്നങ്ങൾ. പല മരിക്കാനായിട്ട് പ്ലാൻ ചെയ്തു. എല്ലാവരും ഒറ്റടിക്ക് സൂസൈഡ് ചെയ്യാന്നുള്ള രീതിയിലാണ് കടം കൂടുതൽ. കുടുംബമായിട്ട് എല്ലാവരും കൂടെ ആത്മഹത്യ ചെയ്യാനുള്ള പ്ലാനിലേക്ക് വന്ന് വീട്ടിൽ കയറി ചെല്ലാൻ പറ്റത്തില്ലായിരുന്നു. വീട്ടിൽ കയറി കഴിഞ്ഞാൽ കുടുംബ പ്രശ്നങ്ങൾ വരും, വൈഫിനും എനിക്കും പ്രശ്നങ്ങൾ വരും, പിള്ളേരായിട്ട് പ്രശ്നം വരും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് നഷ്ടങ്ങളായി. പിന്നെ അനിയൻ മരിച്ചുപോയി.
അതോടെ നിങ്ങൾ കുടുംബം ഭയങ്കര തകർച്ചയിലായി. എനിക്ക് രണ്ടാമതും ഒരു ആക്സിഡൻ്റായി ബൈക്ക്. അപ്പോൾ ആക്സിഡൻ്റായി പിറ്റേ ദിവസമാണ് അനിയൻ മരിച്ചത്. രാത്രി 2:30 മണിക്ക്. തലേ ദിവസം ആക്സിഡൻ്റായി പിറ്റേ ദിവസം മരണം. ഇങ്ങനെയൊക്കെ ഒരുപാട് നഷ്ടങ്ങളായി എനിക്ക്. അപ്പോൾ എല്ലാം തകർന്ന് നിൽക്കുമ്പോഴാണ്. അപ്പോൾ ഇങ്ങനെ തകർന്ന അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ബ്രദർ നമ്പർ തന്ന് അന്ന് എന്നോട് ഫോണിലൂടെ സംസാരിക്കുന്നത് അല്ലേ? അതെ. അടുത്ത ദിവസം തന്നെ ഞാൻ വീട്ടിലേക്ക് വന്നു. ഞാൻ അവരുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ എല്ലാം ഒരു വിശ്വാസമില്ല, ഒരു വിടുതലാകുമെന്നുള്ള ഒരു ബോധ്യം, ആ ഒരു വിശ്വാസമൊന്നും ഇല്ലാത്ത അവസ്ഥയിൽ ഇവരുടെ കുടുംബം ഇരുന്നത്. പക്ഷേ യേശു അത്ഭുതം ചെയ്തു. കർത്താവെന്നത്തെ പ്രാർത്ഥനയിൽ യേശു ഇവരെ തൊട്ടു. വലിയൊരു ഡെലിവറൻസ് ഇവരുടെ ജീവിതത്തിനകത്ത് സംഭവിച്ചു. അടുത്ത ദിവസങ്ങളിൽ ഇവരുടെ സഭയിൽ വന്നു. പാസ്റ്റർ എൻ്റെ ഫോണിൽ കൂടി പ്രാർത്ഥിച്ച് അത് കഴിഞ്ഞ് പിറ്റേ ദിവസം വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വെച്ച് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അപ്പോൾ പറഞ്ഞ് ഞായറാഴ്ച ഹിൽഹാളിലേക്ക് നിങ്ങൾക്ക് വൈഫും നിങ്ങളും കൂടി വരണമെന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും അവിടെ ചെന്നു അവിടെ പോയി പ്രാർത്ഥിച്ചു. ഞാൻ സിഗരറ്റ് കുടിക്കുന്ന ആളാണ്. 15 വയസ്സ് തൊട്ട് ഞാൻ സിഗരറ്റ് കുടിക്കാൻ തുടങ്ങിയതാണ്. ഇപ്പോൾ എനിക്ക് 57 വയസ്സായി. ഇപ്പോഴാണ് ഞാൻ സിഗരറ്റ് കൂടി പാസ്റ്റർ എൻ്റെ തലയിൽ തൊട്ട് ജപിച്ച് അപ്പോൾ സിഗരറ്റ് വിടണമെന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ ഒരുപാട് വേദനിപ്പിച്ച് ആണ് ആ സിഗരറ്റ് വിട്ടപ്പോഴത്തേക്ക് എനിക്ക് ആശ്വാസം കിട്ടി. പിന്നെ എൻ്റെ കുടുംബത്തിനും രക്ഷ കിട്ടി, എൻ്റെ വൈഫിനും കിട്ടി. അപ്പോൾ ഇപ്പോൾ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ട്. 15 വയസ്സ് തൊട്ടുള്ള സിഗരറ്റ് വലിയ അല്ലേ, നിർത്താൻ പറ്റത്തില്ലായിരുന്നു. പലപ്പോഴും പ്ലാൻ ചെയ്തൊന്നും നിർത്താൻ പറ്റത്തില്ലായിരുന്നു. ഞങ്ങൾ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. പക്ഷേ ആ സമയം യേശു തൊട്ട് ഇപ്പോൾ അത് പൂർണ്ണമായിട്ട് മാറി. വർക്കിൽ അല്ലെ പുതിയ വർക്കുകൾ വരാൻ തുടങ്ങി. ശേഷം ഇപ്പോൾ രാവിലെ 4 മണിക്ക് എഴുന്നേക്കും. 4 മണിക്ക് എഴുന്നേറ്റ് എൻ്റെ മൊബൈലിലേക്ക് ഞാൻ ബൈബിളുടെ ദിവസം വാക്കുതത്വം വച്ചിട്ടുണ്ട്. അത് എടുത്ത് വായിച്ച് ദിവസം പ്രാർത്ഥിക്കും. ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. അടുത്തവർക്ക് വേണ്ടി കിടക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നേരത്തെ പ്രാർത്ഥനയില്ലായിരുന്നു. നേരത്തെ ജീവിതത്തിൽ പ്രാർത്ഥനയില്ലായിരുന്നു. ഇപ്പം 4 മണിക്ക് എഴുന്നേൽക്കും. എല്ലാ ദിവസവും എഴുന്നേൽക്കും, പ്രാർത്ഥിക്കും. ദേശത്തിന് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് വരുവാൻ യേശു കൃപ ചെയ്തു അല്ലേ? ഇപ്പോൾ വളരെ കുടുംബത്തിൽ വലിയ സമാധാനമുണ്ട്. ബൈബിൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ 57 വയസ്സായി ഞാൻ വായിച്ചിട്ടില്ല. ഇപ്പോഴാണ് ബൈബിൾ വായിക്കാൻ തുടങ്ങി. ഓ ഹല്ലേലൂയ. 57 വയസ്സ് വരെ ബൈബിൾ വായിച്ചിട്ടേ ഇല്ല. എന്നാൽ ക്രിസ്ത്യൻ കുടുംബത്തിലാണ് ജനിച്ചത്. ഓക്കെ, ക്രിസ്ത്യാനിയായിട്ടാണ് ജീവിച്ചത്. ക്രിസ്ത്യാനി RC സഭയിലാണ് എൻ്റെ കുടുംബം മുഴുവനും. 57 വയസ്സ് വരെ ബൈബിൾ തൊട്ട് വായിച്ചിട്ടില്ല. പക്ഷേ സഭയിൽ വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയതിന് ശേഷം എല്ലാ ദിവസവും പാസ്റ്ററും സിസ്റ്ററും കൂടി പ്രാർത്ഥിച്ച് ഇങ്ങനെയൊക്കെ പോകണം, ഇങ്ങനെ ബൈബിൾ വായിക്കണം, ഇങ്ങനെ ചെയ്യണമെന്നൊക്കെ ഞങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. അപ്പോൾ അതിൻ്റെ പ്രകാരം ദൈവം ഞങ്ങളെ തൊട്ടു. പാസ്റ്ററിൻ്റെ കൃപ കൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും കിട്ടി. യേശുവിൻ്റെ കൃപ കൊണ്ടാണ് അത്ഭുതം നടന്നത്. ഇപ്പോൾ എല്ലാ ദിവസവും ബൈബിൾ വായിക്കാറുണ്ട്. എല്ലാ ദിവസവും ബൈബിൾ വായിക്കും അല്ലേ? കുടുംബത്തിൽ ഇപ്പോൾ അന്തരീക്ഷം എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, നല്ല രീതിയിൽ നല്ല സമാധാനമുണ്ട്. ഹല്ലേലൂയ. നോക്കിയാൽ യേശു ഒരു ഭവനത്തിലേക്ക് വന്നാൽ അതിന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൽ നീ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കുന്ന വചനം പറയുന്നത്. ഇവർ വിശ്വസിച്ചു, ഒരു കുടുംബം രക്ഷ പ്രാപിച്ചു. 57 വയസ്സ് വരെ വചനമില്ല, പ്രാർത്ഥനയില്ലാത്ത ആൾ എല്ലാ ദിവസവും 4 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാനും വചനം എല്ലാ ദിവസവും വായിക്കാനും തുടങ്ങി. 15 വയസ്സ് തൊട്ട് തുടങ്ങിയ സിഗരറ്റ് വലിയെ പൂർണ്ണമായിട്ട് മാറ്റാൻ യേശു ഇവർക്ക് കൃപ ചെയ്തു. കർത്താവരുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്തു. ഇതൊരു മനുഷ്യൻ്റെ കഴിവുകൊണ്ടല്ല ദൈവമക്കളെ, യേശു ഇന്നും ജീവിക്കുന്നു. യേശു സർവശക്തനാണ്. യേശു നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ. ആ യേശുവിന് നിങ്ങളുടെ ജീവിതത്തിലും അത്ഭുതം ചെയ്യാൻ സാധിക്കും. ഈ നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ഈ അത്ഭുതം വെച്ച് പ്രേക്ഷകരോട് എന്താ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത്? എല്ലാവരും ഇതുപോലെ ക്രിസ്തു മിനിസ്ട്രിക്ക് എല്ലാവരും വരിക. ദൈവം എനിക്ക് ചെയ്തതുപോലെ നിങ്ങൾക്കും ചെയ്യാൻ തയ്യാറാണ്. എല്ലാവരും വന്ന് നോയാളികൾക്ക് സുഖം വരാനും കടനുള്ളവർ കടൻ മാറ്റാനും ദൈവം അനുഗ്രഹിക്കും. എല്ലാവരും ക്രിസ്തുവിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇതുപോലെ സുഖം കിട്ടും. ട്രാൻസ്ഫർ പറയുന്നത് എല്ലാവരും ക്രൈസ്റ്റ് ജനറേഷൻ മിനിസ്ട്രിയിൽ വന്നാൽ എല്ലാവരും ജീവിതത്തിൽ അത്ഭുതം നടക്കുമെന്നാണ്. നിങ്ങൾ ആരൊക്കെ യേശുവിൽ വിശ്വസിക്കുന്നു അവരുടെ ജീവിതത്തിൽ എല്ലാ അത്ഭുതങ്ങൾ നടക്കും. ട്രാൻസ്ഫറിൻ്റെ ലൈഫിൽ അത്ഭുതം നടന്നത് മാത്രമല്ല, ട്രാൻസ്ഫറിലൂടെ ഒത്തിരി അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ് ഒത്തിരി പേര് സഭയിൽ വരികയും അവരെല്ലാം വിടുതലാകുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ എന്താ സംഭവിച്ച ലൈഫിൽ? ഞാൻ ഒരു ദിവസം അവിടുത്തെ ഒരു ചായ കടയിൽ ചായ കുടിക്കാനായിട്ട് പോയി.
അപ്പോൾ പോയപ്പോൾ ഒരു കൊച്ചിൻ്റെ അമ്മ വന്ന് അവിടെ വന്ന് അവർ ആ ചായക്കടയിലുള്ള പെണ്ണായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നത്. സംസാരിച്ച് കഴിഞ്ഞിട്ട് ആ പെണ്ണിൻ്റെ അസുഖത്തെക്കുറിച്ച് അവിടെ പറഞ്ഞായിരുന്നു. ഇതുപോലെ ഞങ്ങൾ പുറത്ത് പോയി ആസ്പത്രിയിലൊക്കെ പോയി. അപ്പോൾ ടെസ്റ്റൊക്കെ കഴിഞ്ഞ് മോൾക്ക് എല്ലിങ്ങനെ വളഞ്ഞിരിക്കുക, നടക്കാൻ പറ്റുകയില്ല, എഴുതാൻ പറ്റുകയില്ല, സ്കൂളിൽ പോകാൻ പറ്റുകയില്ല, കിടക്കാനും പറ്റില്ല എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് 5 ലക്ഷം രൂപ ഓപ്പറേഷന് വേണം, അത് ഞങ്ങളെ കൊണ്ട് സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ തമിഴ്നാട്ടിൽ പോവുക, ഫൈനലായിട്ട് ഞാൻ തമിഴ്നാട്ടിൽ പോവുക. ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കിട്ടുവാണെങ്കിൽ ചെയ്യും, ഇല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ നോക്കിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇതുപോലെ ഒരു സംഭവം ഉണ്ട്, ആരാധിക്കുന്നുണ്ട്, അത് ആരാധനയ്ക്ക് നിങ്ങളുടെ മോളെ നിങ്ങൾക്ക് വിരുപ്പമുണ്ടെങ്കിൽ ഒന്ന് അയച്ചു തന്നാൽ നിങ്ങൾ കൊച്ചിന് സുഖം കിട്ടുമെന്ന് പറഞ്ഞ് ആ കൊച്ചി പിറ്റേ ഞായറാഴ്ച ചർച്ചിലേക്ക് വന്നു, ഹിൽഗാളിലേക്ക് വന്ന് അച്ഛനെ കണ്ട്, അച്ഛൻ ഫാദറെ കണ്ട്, ഫാദർ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ എള്ള് അസുഖമുള്ളവർ കൈപൊക്കാൻ പറഞ്ഞ്. അപ്പോൾ കൈപൊക്കിയപ്പോൾ മോളുടെ അസുഖം മാറിയതായിട്ട് ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ എനിക്കറിയത്തില്ല, അന്ന് ഞാൻ ഒരു മരണത്തിൽ പോയി. അപ്പം ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ട് വീട്ടിൽ പോകുന്ന വഴിക്ക് അപ്പോൾ കൊച്ചിയുടെ അമ്മ എന്നെ വിളിച്ച്. അപ്പോൾ വിളിച്ചപ്പോൾ പറഞ്ഞ് ഇതുപോലെ നിങ്ങൾക്ക് നന്ദിയാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് നന്ദി പറയില്ല, ദൈവത്തിനോട് നന്ദി പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ സംഭവം ചോദിച്ചപ്പോൾ എൻ്റെ കൊച്ചിന് മുഴു സുഖം കിട്ടി എന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മൾ വളഞ്ഞ അസ്ഥി നിവർന്നു വന്നു. അപ്പോൾ എൻ്റെ കൊച്ചിനിപ്പോൾ നേരെ ആട്ടി ഇരിക്കാം എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ അന്ന് തന്നെ വൈകിട്ട് ഒരു 6:30 മണിയായപ്പോൾ ഞാൻ വണ്ടി ഓടിച്ചോണ്ടിരിക്കുമ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ എൻ്റെ കൊച്ചിയുടെ അസുഖം മാറിയെന്ന് പറഞ്ഞു, എല്ലാം നേരെയായി എന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ദൈവത്തിന് നന്ദി പറയും, നിങ്ങൾ എല്ലാവരും കുടുംബമായിട്ട് വാർന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ ഒത്തിരി പേർക്ക് ഇനി സുഖം കിട്ടും. ഇനിയും പല ആൾക്കാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവർക്കും ദൈവം അനുഗ്രഹം ചെയ്യണം എന്നുള്ളതാണ് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഒരു സന്തോഷം. ആമേൻ. ഹല്ലേലൂയ. നോക്കി ഒരാളോട് ജസ്റ്റ് ഒന്ന് പറയുന്നതേ ഉള്ളൂ, അവർ അതനുസരിച്ച് വരുമ്പോൾ തന്നെ അത്ഭുതങ്ങൾ നടക്കുക. ഈ തോമസ് ബ്രദർ ഇപ്പോൾ പറഞ്ഞ ആ ടെസ്റ്റ് മണി അത് നമ്മുടെ യൂട്യൂബിനകത്ത് കിടപ്പുണ്ട്, നിങ്ങൾക്കത് വേണമെങ്കിൽ നിങ്ങൾക്കത് വാച്ച് ചെയ്യാം. യേശു അത്ഭുത മന്ത്രിയാണ്, യേശു സർവശക്തനാം ദൈവമാണ്. യേശു ആരെയും ഉപേക്ഷിക്കത്തില്ല, ആരെയും കൈവിടത്തില്ല. നിങ്ങൾ വിശ്വസിച്ചാലും നിങ്ങളുടെ ജീവിതത്തിൽ യേശുവിൻ്റെ മഹത്വം കാണുവാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം ചെയ്യുക മാത്രമല്ല, നിങ്ങളിലൂടെ ഒത്തിരി പേരെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുവാനും യേശു ക്രിസ്തുവിന് സാധിക്കും. നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു സാക്ഷ്യമായി മാറാൻ പോകുകയാണ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. பிற்பகல் ஒரு வசனத்தை வாசிக்கலாம். 2 கொரிந்தியர் அதனுடைய 5வது அதிகாரம் 1 வாசித்துக் கொள்ளுங்கள். பூமிக்குரிய கூடாரமாகிய நம்முடைய வீடு அழிந்து போனாலும் தேவனால் கட்டப்பட்ட கைவேலை அல்லாத நித்திய வீடு பரலோகத்திலே நமக்கு உண்டென்று அறிந்திருக்கிறோம். ஆமென். சொல்லுங்க, பூமிக்குரிய கூடாரமாகிய நம்முடைய வீடு அழிந்து போனாலும் தேவனால் கட்டப்பட்ட கைவேலை அல்லாத நித்திய வீடு பரலோகத்திலே நமக்குண்டு என்று அறிந்திருக்கிறோம். எத்தனை பேருக்கு இந்த அறிவு இருக்கிறது? அல்லேலூயா. பூமிக்குரிய கூடாரம் என்று பவுல் எதை குறித்து சொல்கிறது? நம்முடைய இம்மைக்குரிய சரீரங்களை குறித்து சொல்கிறது. அல்லேலூயா. ஆனால் வார்த்தை என்ன சொல்கிறது? இம்மைக்குரியதான இந்த கூடாரம் அழிந்து போனாலும் என்ன நடக்குமாம்? தேவனால் கட்டப்பட்ட கைவேலை அல்லாத நித்திய வீடு பரலோகத்தில் நமக்கு உண்டு. அல்லேலூயா. எத்தனை பேருக்கு இந்த வெளிப்பாடு இருக்குது? ஆமென். பரலோகத்தில் எனக்காக வைத்திருக்கிற ஒரு நித்திய கூடாரம் ஒன்றுண்டு എന്ന് പറഞ്ഞാൽ ഈ മോർട്ടൽ ബോഡി അല്ല, இந்த ശരീരം അല്ല, இதற்கு பதிலாக தேவன் வைத்திருக்கிற ஒரு மகிமைக்குரிய ஒரு வீடு அமேன் எனக்குண்டு. அல்லேலூயா. அதனால பக்கத்துக்கு பார்த்து சொல்லுங்க, ഒത്തിരി ഇമ്പോർട്ടൻസ് ഒന്നും ഈ ശരീരത്തിന് കൊടുക്കേണ്ട ആവശ്യമില്ല. அல்லேலூயா. നമ്മുടെ ഒരു 99% ശ്രദ്ധയും എന്താ? எப்படியாவது என்ன பண்ண வேண்டும்? அவுட்டர் மேன், இம்மைக்குரிய மனுஷனே
என்ன செய்ய வேண்டும்? எப்படியாவது ആറ്റി തേറ്റി പോറ്റി പുലർത്തി അല്ലേ? ഓക്കെ, ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞേ നിങ്ങളുടെ ഉള്ളിലത് അമേൻ ഒന്ന് ക്രിയ ചെയ്യട്ടെ. எத்தனை நாள், எத்தனை ஆண்டுகள் இப்படியே அம்மேன் பல எல்லைகளில் அம்மேன் மரணத்தினுடைய இன்ஃப்ளூன்ஸோடு கூட நம்ம வாழ்ந்து கொண்டு இருப்போம். ஹல்லேலூயா. ആവിക്കുரிய வாழ்க்கையில் അമ്മ ഞാൻ പറയട്ടെ, അമ്മേൻ ഹല്ലേലൂയ. അമ്മേൻ ജീവൻ ഉണ്ടെങ്കിൽ ജീവൻ്റെ സൈൻ നമ്മുടെ ലൈഫിലുണ്ടാവും. ജീവൻ இருக்கிற ஒன்று என்ன வளரும். ജീവൻ இருக்கு சொன்னால் அதுக்கு ஒரு அறிகுறி தான் என்னது? வளர்ச்சி. ജീവൻ ഉണ്ടെങ്കിൽ അത് പ്രതികരിക്കും. ഹല്ലേലൂയ. அது என்னாகும்? சும்மா அமேன் தூக்கமுடைய அமேன் நிலைமையில் இருப்பதில்லை. ജീവൻ ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും? അത് റെസ്പോണ്ട് ചെയ്യും. ഹല്ലേലൂയ. அமேன் ജീവൻ ഉണ്ടെങ്കിൽ அதை அமேன் ജീവனுடைய ஆவிக்குரிய காரியங்களை என்ன பண்ண முடியும்? சென்ஸ் பண்ண முடியும். ஹல்லேலூயா. அமேன். எத்தனை ஆண்டுகள் நம்ம இப்போ அமேன் ஹல்லேலூயா ஆவிக்குரிய மரணத்தினுடைய சூழ்நிலையில் இருக்க முடியும்? இந்த பிற்பகல் சொல்லுங்க, இல்ல, மரணமானது ஜீவனால் விழுங்கப்பட்டு தான் ஆக வேண்டும். ഒന്ന് പറഞ്ഞേ, ചിലதை மேற்கொள்ளுகிற ஒரு வாழ்க்கை. ஹல்லேலூயா. இந்த இடத்துல பவுல் சொல்கிறது, அமேன் ஹல்லேலூயா, அமேன், இந்த கூடாரத்தில் இருக்கிற நாம் பாரம் சுமந்து தவிக்கிறோம். அமேன். இந்த போர்வையை கலைந்து போட வேண்டும் என்று அமேன் விரும்பாமல் மரணமானது ஜீவனாலே விழுங்கப்படுவதற்காக போர்வை தரித்தவர்களாய் இருக்க வேண்டும் என்று விரும்புகிறோம். ஹல்லேலூயா. നമ്മുടെ എല്ലാ ആശ இதுதான். എന്ത് ചെയ്യണം? മരണം നീങ്ങി പോകണം. ആശയില്ലാതെ யாராவது இருக்கிறீங்களா? ஆசையில்லாத யாராவது இருக்கிறீங்களா? இல்லை. எல்லாருடைய ஆசை എന്താ? அம்மே, என்னுடைய வாழ்க்கையிலோ தனிப்பட்ட வாழ்க்கையில் அவருக்கு எந்த இடத்துல மரணம் இருந்தாலும் அதை என்ன பண்ணணும்? அம்மே, நீங்க வேண்டும். ഹല്ലേലൂയ. ஆனால் அதுக்கு என்ன വഴി? നമ്മൾ സാധാരണ എന്ത് ചെയ്യും? ശാസിക്കും. ഞാനും ചിലപ്പോഴൊക്കെ ചെയ്യാറുണ്ട്. എല്ലാ ഡെത്ത് സ്പിരിറ്റിനെയും നമ്മൾ എന്ത് ചെയ്യും? ശാസിക്കും അല്ലേ? എല്ലാ മരണത്തിനുடைய ആവിയെ என்ன பண்ணுகிறோம்? கடந்து கொள்கிறோம். சொல்வோமா? ஹல்லேலூயா. ஆனால் ஒரு விஷயத்தை கவனித்துக் கொள்ளுங்க, மரணத்தை மாற்ற ஒரே ஒரு வழி, அது ஜீவனால் மட்டுமே. ஹல்லேலூயா. எத்தனை பேர் இதை புரிந்து கொள்றீங்க? அமேன். இந்த இடத்துல அமேன் மார்டாலிட்டி ஷால் பி அப்படி சொன்னா அமேன் மரணத்துக்கு ஏதுவானது. எப்பவுமே மார்டாலிட்டிக்கு ஆப்போசிட் என்ன சொல்லுவோம்? இம்மார்டாலிட்டி. மரணத்துக்கு எதிரான வார்த்தை மரணம் இல்லாத நிலைமை. ஆமாவா இல்லையா? ஹல்லேலூயா. அது உலக சிஸ்டம். ஆனால் ஸ்பிரிச்சுவல் இடத்துல பார்த்துக்கோங்க, மார்டாலிட்டிக்கு எப்பவுமே எகெயின்ஸ்டாக நிற்பது லைஃப் தான். ஜீவனால் மட்டுமே மரணம் ஒழிந்து போகும். ஹல்லேலூயா. இந்த நாளில் புரிந்து கொள்ளுங்க, அமேன், ஜீவனாலே ஒழிய அமேன் எந்த மரணத்துடைய சூழ்நிலையும் நம்மை விட்டு நீங்கி போவதில்லை. ஹல்லேலூயா. அமேன். ஹல்லேலூயா. அமேன். எத்தனை பேருடைய வாழ்க்கையில அமேன் நான் சில எல்லைகளில் ஒரு விடுதலைக்குள்ள வந்துதான் ஆக வேண்டும் என்று சொல்லி அமேன் இங்கே புரிந்து கொள்றீங்க. ஒருவேளை உங்களுடைய சரீரத்திலேயே இருக்கலாம். ஆவிக்குரிய வாழ்க்கையில ஸ்பெஷலி എത്ര പേർക്ക് ഒരു ലൈഫിനുடைய അറികുറി பார்க்க முடியுது? എത്ര പേർക്ക് പറയാൻ പറ്റും, ഞാൻ വന്നിട്ട് എൻ്റെ ലൈഫിൽ ഒരു ഗ്രോത്ത് ഞാൻ കാണുന്നുണ്ടെന്ന്, ഒരു വളർച്ചയെ ഞാൻ കാണുகிறேன்னு தைரியமா இந்த பிற்பகல் எத்தனை பேருக்கு சொல்ல முடியும்? എത്ര പേർക്ക് പറയാൻ പറ്റും? രക്ഷിക്കപ്പെട്ട് 10 വർഷമാச்சு 15 വർഷമാச்சு ആവിക്കുரிய வாழ்க்கையில் அமேன் ஒரு growth കാണவில்லை என்றால் you are under the death. അതെനിക്ക് പറഞ്ഞേ പറ്റത്തുള്ളൂ. அமேன். வளர்ச்சியை காணவிட்டால் அதுக்கு அர்த்தம் என்னன்னு தெரியுமா? ஐயோ ஏதோ அமேன் நல்லா அமேன் கார் வந்துருச்சு, வீடு வந்துருச்சு, இடம் இல்லை, நிலம் இல்லை, எதெல்லாமோ வந்துருச்சு. ஆனால் ஆவிக்குரிய வாழ்க்கையில் நீங்க ஒரு வளர்ச்சியே காணாமல் இருக்கிறீர்கள் என்று சொன்னால் அதுக்கு என்ன அர்த்தம் தெரியுமா? இப்பொழுதும் மரணத்தினுடைய இன்ஃப்ளூவன்ஸில் தான் நீங்க இருக்கிறீங்கன்னு சொல்லி இன்னொரு திருச்சறிவு வேணாம். ஹல்லேலூயா. ஹல்லேலூயா. இன்னைக்கு ஒரு மனம் மாற்றத்துக்கு அமேன் ஹல்லேலூயா அமேன் நாம் அமேன் ஒரு ஸ்டெப் எடுத்து வைத்து தான் ஆக வேண்டும். இந்த மரணம் நம்மளை எங்க கொண்டு வந்து விடும்? நித்திய மரணத்துக்குள்ளாக இது நம்மை கொண்டு வந்து விட்டு விடும். நீங்க நினைக்கிறீங்க இல்ல, യേശുവിനെ അറിഞ്ഞിട്ട് എനിക്ക് ഒത്തിരി വ്യത്യാസമുണ്ട്, എൻ്റെ രോഗം മാറി, എൻ്റെ ശാപം മാറി, அமேன் ஹல்லேலூயா அமேன் பழைய நிலைமை அல்ல. பொருளாதாரத்தில் மாற்றங்கள் வந்திருக்குது, என்னுடைய படிப்பில் மாற்றம் வந்திருக்குது, வாழ்க்கையில மாற்றம், இது ஒன்றும் அல்ல. அமேன் ஒரு ஸ்பிரிச்சுவல் growth உன்னுடைய லைஃப்ல இருக்கிறதா? ஒரு ஆவிக்குரிய வளர்ச்சியினுடைய வாழ்க்கையில் இருக்கிறதா? அதுதான் ஜீவனுடைய அறிகுறி. நேற்றை விட அதிகமாக கிறிஸ்து என்ற ஜீவனோடு கூட உனக்கு ஒரு உறவு இருக்கிறதா? அமேன் ஹல்லேலூயா. ஆவிக்குரிய விஷயங்களில் உனக்கு ஒரு உற்சாகம் இருக்கிறதா? இதுதான் ஜீவனுடைய அறிகுறி.
അതുണ്ടെന്ന് എത്ര പേർക്ക് പറയാൻ പറ്റും? இந்த ஒரு வளர்ச்சியை நான் காண்கிறேன் என்று எத்தனை பேருக்கு சொல்ல முடியும்? எத்தனை பேருக்கு ധൈര്യത്തോടെ പറയാൻ പറ്റും യെസ്, ഒരു പോസിറ്റീവ് സൈൻ, ഒരു ആത്മീക വളർച്ച എൻ്റെ ജീവിതത്തിനകത്ത് സംഭവിക്കുന്നുണ്ട്. ஹalleluya அப்படின்னு சொன்னா நான் சொல்றேன், அம்மே நீங்க ஜீவனுக்குள்ளாக இருக்கிறீங்க, ஜீவனுக்குள்ளாக இருக்கிறீங்க. அமேன், ஹalleluya. ஸ்பிரிச்சுவல் லைஃப்ல ஒருபோதும் கேர்லெஸ்ஸாக இருக்காதீங்க. அமேன். உங்களை கிரைஸ்ட் ஜெனரேஷனுக்குள்ள கொண்டு வந்தது അമേൻ ഒരു വിടുതலை തര, അമേൻ ഒരു ബലവീനത്തെ നീക്ക, അമേൻ നിങ്ങൾക്കൊരു കാർ തരാനോ ഒരു വീട് തരാനോ, അമേൻ ഹല്ലേലൂയ എന്തെങ്കിലും അമേൻ ഫിസിക്കൽ ബ്ലെസ്സിങ് മാത്രം തരാനായിട്ടല്ല. ഒരു അശുദ്ധാത്മാവിൽ നിന്നുള്ള വിടുതല ഇത് മാത്രമല്ല. അമേൻ ഇത് യേശുവിൻ്റെ അടുക്കൽ വന്നാൽ കിട്ടും. എന്നാൽ സ്വർഗത്തിൻ്റെ ലക്ഷ്യം എന്താണെന്നറിയാമോ? നിങ്ങൾ പുത്രൻ്റെ ജീവൻ്റെ സമൃദ്ധിയിൽ പുത്രനെ പോലെ ആയിത്തീരുക. ഹല്ലേലൂയ. കുമാരനാകിയ ക്രിസ്തുവിനുடைய ജീവനാലേ അമേൻ അവരെ പോലെ ഉരുമാറ്റം അടയുவது. ഹല്ലേലൂയ, ഹല്ലേലൂയ. அமேன் ஜீசஸ். இந்த நாளில் எத்தனை பேர் அமேன் இப்படி ஒரு தீர்மானத்தை எடுக்கிறீங்க, எனக்கு இந்த ஜீவன் போதாது, இந்த ஜீவனோடு இருக்கிற உறவு போதுவதில்லை, அமேன் ஹல்லேலூயா, எனக்கு சில ஜீவனுடைய சைன் என்னுடைய வாழ்க்கையில நான் காண வேண்டும். அமேன். இப்போதும் ചില മരണത്തിനുடைய വല്ലമേ என்னுடைய വീട്ടുക്കുള്ള பார்க்கிறேன். ഡെത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ അമേൻ ഹല്ലേലൂയ ഈ ശരീരത്തിൽ നിന്ന് ജീവൻ പോകുന്നതല്ല. അമേൻ. இப்பொழுதும் வீட்டுக்குள்ள ஒரு சமாதானம் அனுபவிக்க முடியவில்லை, இப்பொழுதும் கிறிஸ்துவுக்குள்ள இருக்கிற சந்தோஷத்தை உங்களால் அனுபவிக்க முடியவில்லை. இப்பொழுதும் அமேன் உங்களுடைய பிசிக்கலான விஷயங்களை உங்களால் டொமைன் பண்ண முடியவில்லை என்று சொன்னால் எங்கெல்லாமோ ஒரு மரணத்தினுடைய அமேன் அதிகாரம் உங்களுக்குள்ள இருக்கிறது என்று சொல்லி அர்த்தம். இப்பொழுதும் அமேன் ஹல்லேலூயா ஆவிக்குரிய வாழ்க்கையில உங்களால வளர முடியவில்லை என்று சொன்னால் அதனுடைய என்ன அர்த்தம் தெரியுமா? ஹல்லேலூயா நீங்க ஜீவனுக்குள்ள அல்ல, எங்க எல்லாமோ மரணத்தினுடைய இன்ஃப்ளூயன்ஸ்ல இருக்கிறீங்கன்னு சொல்லி அர்த்தம். ஹல்லேலூயா, ஹல்லேலூயா. இந்த நாளில் ஒரு மாற்றத்துக்குள்ள வந்துதான் ஆக வேண்டும். ஹல்லேலூயா. என்ன சொல்யூஷன்? வார்த்தை சொல்கிறது, ஓ മരണമാനത് ജീവനാൽ വിഴുങ്ങപ്പെട வேண்டும். ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞേ അമ്മേ, എൻ്റെ ലൈഫിൽ ഞാൻ കാണുന്ന സകല മരണത്തിൻ്റെ ശക്തികളും ജീവനാൽ വിഴുങ്ങപ്പെട வேண்டும். ഹല്ലേലൂയ. Is it possible? ഇത് നടക്കുമാ? நிச்சயமாகவே நடக்கும். ஹல்லேலூயா. அமேன். ஒரு மானுஷிக ஜீவனால் இது முடிவதில்லை. அமேன். புரிந்து கொள்ளுங்க, மானுஷிக ஜீவன் மரணத்துக்கு ஏதுவாக இருக்கிறது. சொல்லுங்க, மானுஷிக ஜீவன் மரணத்துக்கு ஏதுவாக இருக்கிறது. மனுஷ ஜீவன அமேன் மரணத்தை ஜெயிப்பாനുള്ള കഴിവില്ല. ஹல்லேலூயா. சாதாரண ஒரு மனுஷன், நீங்க பார்க்குற உலகத்தில் இருக்கிற அதிகாரியோ அமேன் ஹல்லேலூயா நல்லவனோ கெட்டவனோ அமேன் ஹல்லேலூயா பதவி இருக்கிறவனோ பட்டம் இருக்கிறவனோ எப்படிப்பட்ட நபரானாலும் சரி அமேன் எல்லா நபர்களும் அமேன் மரணத்தினுடைய அண்டர்ல தான் இருக்கிறாங்க. ஹல்லேலூயா. அப்ப பின்ன எந்த ஜீவனை குறித்து சொல்கிறது? ஜீவன் அமேன் ஹல்லேலூயா அமேன் விழுங்குகிற அமேன் ஒரு மரணம் என்று சொன்னால் அமேன் அது எந்த அமேன் ஹல்லேலூயா ஜீவனாக இருக்கும்? அமேன் அந்த ஜீவன் ஒரு மனுஷனுக்குள்ள இருக்கிற ஜீவன் அல்ல, அது கிறிஸ்துவுக்குள் இருக்கிற சோயே அமேன் அது கிறிஸ்துவுக்குள் இருக்கிற நித்திய ஜீவன். ஹல்லேலூயா, ஹல்லேலூயா, ஹல்லேலூயா. ഒന്ന് പറഞ്ഞേ, அந்த நித்திய ஜீவன், அந்த சோயே. சொல்லுங்க, ஜோயே. அமேன். இது தேவனுக்குள் இருக்கிற ஜீவனை தான் ஜோயே என்று சொல்லி வார்த்தை சொல்கிறது. ஹல்லேலூயா, ஹல்லேலூயா. அதனால நீங்க ஒரு விஷயத்தை புரிந்து கொள்ளுங்க, உங்களுடைய ஒரு பிரச்சனைக்கு உலகத்தில் ஏதாவது ஒரு சொல்யூஷன் கண்டுபிடிக்க முடியும்னு சொன்னா உலகத்தில் இருக்கிறது எல்லாம் மானுஷிக ஜீவன். அமேன் ஹல்லேலூயா. அமேன். தெய்வீக ஜீவன் வேண்டுமானால் நீங்க என்ன செய்ய வேண்டும்? என்ன செய்ய வேண்டும்? ஹல்லேலூயா. கிறிஸ்துவானவர் நின்று கொண்டு சொல்கிறார், நானே வழியும் சத்தியமும் ஜீவனுமாய் இருக்கிறேன். ஹல்லேலூயா. அப்ப ஜீவன் என்பது என்ன? ജീവൻ എന്നത് ഒരു പൊരുളല്ല, ഒരു നബർ. അവർ പെയർദാൻ കർത്തരാകിയ യേശുവാണ്. എന്ന് പറഞ്ഞേ, ജീവൻ എന്ന് പറയുന്നത് ഒരു വസ്തുവല്ല. അമേൻ ഹല്ലേലൂയ. അമേൻ അത് അമേൻ ഒരു അനുഭവമല്ല, മറിച്ച് അതൊരു വ്യക്തിയാണ്, അത് ക്രിസ്തു. சொல்லுங்க, ஜீவனானவர் கிறிஸ்துவாக இருக்கிறார்.
ஹல்லேலூயா. அவர் சொல்கிறார், நானே உயிர்த்தெழுதலும் ஜீவனுமாய் இருக்கிறேன். ஹல்லேலூயா, ஹல்லேலூயா. அப்போ உங்களுக்கு ஜீவனால் மட்டும்தான் மரணம் நீங்கி போக முடியும் என்று சொன்னால், ஜீவன் பெற்றுக்கொள்ள நீங்க என்ன செய்ய വേണ്ടാം? ജീവൻ പ്രാപിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം? അമ്മേനെ തലയെ കെവിച്ചിട്ടൊന്ന് പറഞ്ഞ ക്രിസ്തുവിലേക്ക് വരണം. ഒന്ന് പറഞ്ഞു, ഞാൻ ക്രിസ്തുവിലേക്ക് വരണം. മോളുടെ ഒരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമാണ്. ഒരു ലൈഫിനെ കർത്താവ് എങ്ങനെയാണ് മാറ്റിയെന്ന് നമുക്ക് കേൾക്കാം. பிரைஸ் லார்ட். ஏசப்பாவை தெரியாத குடும்பத்துலேருந்து வந்தவ. நாங்கள் மேரேஜ் ஆகி வந்த பின்னாடி எனக்கு என் கணவரோட அத்தை ஒருத்தவங்க கடவுளை பற்றி எனக்கு சொல்லி கொடுத்துட்டே இருப்பாங்க. ஆனாலும் எனக்கு கிறிஸ்டின்னா பிடிக்கவே செய்யாது. நான் நம்பவே இல்லை. அதுக்கப்புறம் எனக்கும் என் கணவருக்கும், நான் லவ் மேரேஜ் பண்ண பின்னாடி எனக்கும் என் கணவருக்கும் பயங்கர பிரச்சனை. நான் ஒரு பிரச்சனை, பெரிய பிரச்சனையாக வரும்போது நான் இனி இந்த லைஃபே எனக்கு வேண்டாம் அப்படின்னு சொல்லி நான் முடிவு பண்ணியிருந்தேன். நான் எங்கேயாவது போயிடணும், என் பேரண்ட்ஸுக்கும் நான் எந்த கஷ்டத்தையும் கொடுக்கக்கூடாது, நான் இருக்கவே கூடாதுன்னு நான் முடிவு எடுத்திருந்தேன். அப்போ நான் முடிவு எடுத்திருக்கும் போது ஞாயிற்றுக்கிழமை நான் இவங்க எல்லாருமே சர்ச்சுக்கு போன பின்னாடி நான் எங்கிட்டாவது என் பிள்ளையை தூக்கிட்டு நான் போயிடணும்னு நினச்சிருந்தேன். அப்போ என் ஹஸ்பண்டோட அத்தை சர்ச்சுக்கு கிளம்பி வந்தாங்க. அப்போ அவங்க சொன்னாங்க, பாப்பா நீ யாருமே வேணான்னு சொல்லி முடிவு எடுத்திருக்கல, இனிமேல் நீ எங்கேயும் போக வேண்டாம், உனக்காக ஒருத்தர் இருக்காரு, நீ என் கூட சர்ச்சுக்கு வா பாப்பா, உன் வாழ்க்கை மாறும், எனக்கு மேலே உன் லைஃப்பில் எதுவுமே நடக்கலை அப்படின்னு சொல்லி சொன்னாங்க. சரிங்கம்மான்னு சொல்லிட்டு நான் சர்ச்சுக்கு வந்தேன். சர்ச்சுக்கு வந்த பின்னாடி பாஸ்டர் அப்பா எனக்காக ஜெபம் பண்ணாங்க. ஜெபம் பண்ணும் போது நான் நினச்சேன், இனி நம்ம கடவுளுக்காக வாழ்க்கை வாழணும், கடவுளுக்காக என் வாழ்க்கையை ஒப்பு கொடுக்கணும்னு நான் நினச்சேன். அப்போ நான் என் வாழ்க்கையை கடவுளுக்காக நான் ஒப்பு கொடுக்கும் போது அப்போ நான் ஒவ்வொரு காரியம் நினைக்க எனக்கு ஏசப்பா ஒவ்வொரு காரியமும் நடத்தி கொடுத்தாரு. நான் முதல்ல நினைச்சது அபி மாறணும்னு நினைச்சேன். அதே மாதிரிக்க எந்த பிரச்சனையும் நான் கடவுளுக்கு எப்ப நான் சர்ச்சுக்கு வந்தேனோ அப்பையில இருந்து அபி என்கிட்ட எந்த பிரச்சனையும் பண்ண மாட்டாங்க. எல்லாத்துலயுமே எங்க 2 பேத்துக்குள்ள ஒரு சமாதானம் கிடைச்சிச்சு. அதுக்கப்புறம் நான் கூடிய சீக்கிரமா ஞானஸ்தானம் எடுக்கணும்னு நினைச்சேன். ஞானஸ்தானம் எடுக்கிறதுக்கு அதுக்கு முன்னாடி நமக்கு அந்நிய பாஷையிலான ஒரு அபிஷேகம் கிடைக்கணும் அப்படின்னு எனக்கு பாஸ்டர் அப்பா சொல்லியிருந்தாரு. அது நீங்க 3 நாள் உபாசம் இருந்து ஜெபம் பண்ணுங்க, உங்களுக்கு கண்டிப்பா அந்நிய பாஷை கிடைக்கும் அப்படின்ட்டு. அப்ப நான் 3 நாள் உபாசம் இருந்து ஜெபம் பண்ணினேன். அப்போ எனக்கு 2வது நாள் எனக்கு அந்நிய பாஷை கிடைச்சிச்சு. கிடைச்ச பின்னாடி நான் 2 நாள் ஆகிட்டு எனக்கு ஞானஸ்தானம் கொடுத்தாங்க. ஞானஸ்தானம் எடுக்கிற அன்னைக்கு என் கூட யாருமே இல்லை, நான் மட்டும்தான் ஞானஸ்தானம் எடுக்க போகணும்னு நான் நினச்சேன். யதார்த்தமாக நான் ப்ரேயர் பண்ணிக்கிட்டேன்னு சொன்னேன் அவங்கக்கிட்ட, அப்படி நீங்கள் என் கூட வரணுமா அப்படின்ட்டு. அவங்க எந்த இதுவுமே சொல்லாமல் சரிப்பா நான் வரேன் அப்படின்னு என் கூட சொன்னாங்க. நான் அப்பயே ஏசப்பாக்கு ஸ்தோத்திரம்னு சொல்லிட்டு என் கூட அன்னைக்கு ஞானஸ்தானம் எடுக்கிறதுக்கு அவங்க வந்தவங்க தான். அதுக்கப்புறம் நான் ப்ரேயர் பண்ணேன், இனி என் கூட சர்ச்சுக்கு இவங்க வரணும் அப்படின்ட்டு. அன்னையிலேருந்து இவங்க சர்ச்சுக்கு வர ஆரம்பிச்சாங்க. எங்கள் 2 பேத்துக்குள்ள நான் என்ன சர்ச்சுக்கு காலை எடுத்து வச்சேன்னா அன்னையிலேருந்து எங்களுக்குள்ள எந்த பிரச்சனையும் இல்லை, எல்லாம் സമാധാനത്തോടെ സന്തോഷமா இருக்கும். പറയുന്ന സാക്ഷ്യം ഇതാണ്. അവളുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു. മാരേജിന് ശേഷം ഒന്നെങ്കിൽ മരിക്കുക അല്ലെങ്കിൽ വല്ലയിടത്തും പോകാം എന്നൊക്കെ പ്ലാൻ ചെയ്തിരുന്നതാണ്. അങ്ങനെയാണ് യാദൃശ്ചികമായിട്ട് മോളെ അത്ത പറഞ്ഞ് സഭയ്ക്കകത്ത് വന്നേ. അന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു, യേശു മോളെ തൊട്ടു. മോളെ എവിടെയെങ്കിലും പോകാം, ഇങ്ങനെയുള്ള ചിന്തകൾക്കകത്തു നിന്നെല്ലാം മോളെ കർത്താവ് വിടുതലാക്കി വലിയൊരു സമാധാനത്തെ കൊടുത്തു. ഇവിടെ ലഭിച്ച സമാധാനം അത് കുടുംബത്തിൽ മോൾക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. കുടുംബത്തിൽ വലിയ സ്വസ്ഥതയും സമാധാനവും ഇപ്പോൾ ഇവർ അനുഭവിക്കുക. ഇന്ന് ഈ സാക്ഷ്യം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ഭവനത്തിൽ ഇതുപോലെ അവസ്ഥയായിരിക്കാം, പ്രശ്നങ്ങളായിരിക്കാം, പ്രതിസന്ധികളായിരിക്കാം, സോർവുകളായിരിക്കാം. ഇതേ യേശു നിങ്ങളെ വിടുതലാക്കും, ഇതേ യേശു നിങ്ങളെ സ്വതന്ത്രരാക്കും. ഇപ്പം ഒറ്റയ്ക്കല്ല സഭയിൽ വരുന്നത്, കുടുംബമായി ഹസ്ബൻഡും കൂടെ ചേർന്ന സഭയിൽ വരുന്നത്. അങ്ങനെ കുടുംബമായി ആരാധിക്കുന്ന സമാധാനം, സന്തോഷം നിറഞ്ഞ ഒരു ജീവിതം കർത്താവ് നിങ്ങളുടെ കരത്തിൽ തരും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. நம்முடைய ஞாயிற்றுக்கிழமை ஆராதனை காலை 10 மணி அளவில் கில்கால் ஹால், போஸ்ட் ஆபீஸ் எதிரி, மூணார். நம்முடைய ஜூம் மீட்டிங் எல்லா ஞாயிற்றுக்கிழமைகளும் காலை 7:30 மணி அளவிலும் எல்லா வெள்ளிக்கிழமைகளும் மாலை 6:30 மணி அளவிலும் நடைபெறும். கர்த்தர் செய்த அற்புத சாட்சிகளும் ஆசீர்வதிக்கப்பட்ட வார்த்தைகளும் உங்களுக்கு கிடைக்க கிரைஸ்ட் ஜெனரேஷன் மினிஸ்ட்ரீஸ் என்ற எங்களுடைய யூடியூப் சேனல் சப்ஸ்கிரைப் செய்யவும்.
வாட்ஸ்அப் மூலியமாக எங்களை தொடர்பு கொள்ள வேண்டிய தொலைபேசி எண் 9447775093. ஜெப உதவிக்காக எங்களை தொடர்பு கொள்ள வேண்டிய தொலைபேசி எண் 9447775093. பிரதர் டோனி பிரான்சிஸ், சிஸ்டர் ஜினு டோனி இவர்களுடைய அப்கமிங் மீட்டிங்ஸ் இவைகளை குறித்து அறியவும் மீட்டிங்ஸ் நடத்துவதற்கும் 9447442660 என்ற எண்ணிற்கோ அல்லது 9447775093 என்ற எண்ணிற்கோ அழைக்கவும்.